നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്ത ചുരുക്കത്തിൽ. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർത്തതിന് പ്രതികാര നടപടിയായി ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാന്റെ ദേശീയ പാർലമെന്റ് ഞായറാഴ്ച അംഗീകാരം നൽകി. ഹോർമുസ് കടലിടുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അടച്ചുപൂട്ടുമെന്ന് IRGC നേവി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലിറേസ തൻസിരി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രസ്താവനയിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഞായറാഴ്ച ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഖേദകരമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം രാജ്യത്ത് മറ്റു പല ലക്ഷ്യങ്ങൾ ഉള്ളതിനാൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു. ഇറാനിൽ തങ്ങൾക്ക് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും സൈനിക ആക്രമണം തുടരാൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇന്ന് പുലർച്ചെ റഷ്യ ഉക്രൈൻ തലസ്ഥാനത്ത് മറ്റൊരു വമ്പൻ ആക്രമണം ആരംഭിച്ചപ്പോൾ ഡ്രോണുകളുടെയും വിദൂര സ്ഫോടനങ്ങളുടെയും ശബ്ദം കേട്ടാണ് കീവ് ഉണർന്നത്. മോസ്കോയുടെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒരാൾക്കെങ്കിലും പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തലസ്ഥാനത്തിന് നേരെ മറ്റൊരു വമ്പൻ ആക്രമണം, ഒരുപക്ഷെ ശത്രു ഡ്രോണുകളുടെ നിരവധി തരംഗങ്ങൾ. കൈവിന്റെ സൈനിക ഭരണകൂടത്തിന്റെ തലവനായ തൈമൂർ ഡക്കാചെങ്കോ അർദ്ധരാത്രിക്ക് ശേഷം പോസ്റ്റ് ചെയ്ത അടിയന്തര പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനിൽ അമേരിക്ക നടത്തിയത് സൂപ്പർ ബോംബിംഗ് തന്നെ. ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ അവശേഷിക്കുന്നത് മാലിന്യ കൂമ്പാരം മാത്രമെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഭൂഗർഭത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫോർഡോ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല. ഈ നിലയത്തിന് കാര്യമായ കേടുപാടുകൾ ഇല്ലെന്നാണ് ഇറാൻ പറയുന്നത്. ഏതായാലും അമേരിക്കൻ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്നാണ് വിലയിരുത്തൽ. ഹമാസ് ബന്ദികളായി പിടിച്ച 3 ഇസ്രായേൽ സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഗസയിൽ കണ്ടെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇക്കാര്യം അറിയിച്ചത്. യോനാഥൻ സംറാനോ, ഒഫ്ര കെദാൻ, സ്റ്റാഫ് സർജൻ ഷായി ലെവിൻസൺ എന്നിവരുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. ഒരു സൈനിക ഓപ്പറേഷനിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ദ്വീല പരിസരത്തുള്ള മാർ ഏലിയാസ് പള്ളിയിൽ ഞായറാഴ്ച നടന്ന ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 22 പേർ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് എന്ന സിറിയയുടെ ആഭ്യന്തര മന്ത്രാലയം. ലോകമെമ്പാടുമുള്ള അമേരിക്കൻ പൗരന്മാർക്ക് ജാഗ്രത പ്രഖ്യാപിച്ച് അവർ എവിടെയായിരുന്നാലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായത്തിൽ അതിവേഗം വർദ്ധിച്ചു വരുന്ന മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി വിദേശത്ത് യാത്ര ചെയ്യുന്നവരോ താമസിക്കുന്നവരോ ആയ ആളുകളെ കൂടുതൽ സുരക്ഷാ അപകടത്തിലാക്കും. US പൗരന്മാർക്കും വിദേശ താൽപര്യങ്ങൾക്കുമെതിരെ പ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഉപദേശക സമിതി മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്നതിനെ തുടർന്ന് ഊർജ്ജ വിപണികളിൽ തടസ്സമുണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിൽ തിങ്കളാഴ്ച ഏഷ്യൻ വിപണികൾ ഇടിഞ്ഞു. ഇത് മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി രൂക്ഷമാക്കി. ലോകത്തെ 9ാമത്തെ വലിയ എണ്ണ ഉൽപാദക രാജ്യമാണ് ഇറാൻ. പ്രതിദിനം ഏകദേശം 3.3 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. ദുബായിലെ സ്വർണ്ണവില 376 ദിർഹമായി തുടരുന്നു. ശനിയാഴ്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതിനു ശേഷം വാങ്ങുന്നവരും ആഭരണ വ്യാപാരികളും പ്രതീക്ഷിച്ചിരുന്നത് ഇതല്ല. ഇത് പ്രാദേശിക സ്വർണ്ണ നിരക്ക് 380 ദിർഹത്തിലേക്ക് അടുക്കുമെന്നായിരുന്നു പ്രതീക്ഷകൾ. എന്നാൽ ജൂൺ 19 മുതൽ ഇതുവരെ വില അതേ നിലയിൽ തന്നെയാണ്. സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി നിയമലംഘനങ്ങൾ ലക്ഷ്യമിട്ട് ഒരാഴ്ച നീണ്ടുനിന്ന വ്യാപക ക്യാമ്പയിനിൽ 12,000-ത്തിലധികം വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് തടവുകാരിൽ 7,333 പേർ താമസ നിയമം ലംഘിച്ചവരും 3,060 പേർ അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചവരും 1,673 പേർ തൊഴിൽ നിയമം ലംഘിച്ചവരുമാണ്. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയ 1,206 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ 65% പേർ എത്യോപ്യൻ പൗരന്മാരാണെന്നും 3% പേർ യമൻ വംശജരാണെന്നും ബാക്കിയുള്ളവർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റം നിർദ്ദേശിക്കുകയാണ്. 2ാം തവണ അദ്ദേഹം അധികാരമേറ്റതു മുതൽ ട്രംപ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക അല്ലെങ്കിൽ MAGA മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന തന്റെ പദ്ധതികൾ ആവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭൂരിഭാഗവും അടിസ്ഥാനമാക്കിയതും ഇതുതന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം ടെഹ്റാനുമായി സമാനമായ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അതിനെ MIGA മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് വിളിക്കുന്നു. ടെഹ്റാന്റെ ആണവ അഭിലാഷങ്ങളെ പരിപോഷിപ്പിക്കുന്നതായി കരുതപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ US ബോംബർ ജെറ്റുകൾ ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ ഏറ്റവും ഭാരം കൂടിയ പേലോഡ് വഹിക്കാൻ ശേഷിയുള്ള ഏറ്റവും വലിയ മിസൈൽ ഉപയോഗിച്ചത്. ഖൊറാം ഷഹർ 4 മിസൈലിന്റെ ഫയർ ഫുട്ടേജുകൾ പോലെ തോന്നിക്കുന്ന ദൃശ്യങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് TV സംപ്രേഷണം ചെയ്തു. ഇന്നലത്തെ ആക്രമണത്തിൽ അത് ഉപയോഗിച്ചതായും അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.